നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു ടോപ്പ് 15 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് റാങ്ക് ചെയ്യാൻ. അതും നമ്മുടെ ഇതുവരെ ഉള്ള എല്ലാ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാലഞ്ചിൻ്റെ 19th ഡേ ആണ് ഇന്ന്. അപ്പം നമ്മുടെ ചാനലിന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും കൂടി ഉണ്ടെങ്കിൽ 10K അടിക്കാൻ പറ്റും. സോ ഇനി വെറും 12 ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങളും സപ്പോർട്ട് ചെയ്യാം. സോ അധികം പറഞ്ഞു കയറിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ജോയ് ബോയ്, അതുപോലെ തന്നെ ഗോഡ് ഓഫ് വാർ, ഡേവി ജോൺസ്, ഇവരെ 3 പേരെ ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഇവർ നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് ഇവരെ ഇതിൽ ഏഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഏഡ് ചെയ്തിരുന്നെങ്കിൽ ഇവർ തീർച്ചയായിട്ടും 4, 2, 3, 1 എന്നീ ഏതെങ്കിലും ഒരു പൊസിഷനിൽ തന്നെയായിരിക്കും ഡിസർവ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഷെംറോക്ക്, നമ്മുടെ ഡ്രാഗൺ, മീഹോക്ക്, നമ്മുടെ കോങ്, ഇതുപോലുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ ഈ ലിസ്റ്റിൽ ഏഡ് ചെയ്യുന്നില്ല. കാരണം ഇവരുടെ പവേഴ്സ് നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇവരെ പരിഗണിക്കാം. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ 15th പ്ലേസിൽ വരുന്നത് നമ്മുടെ സാക്കാസുക്കിയാണ്. നമ്മുടെ നേവി ഫ്ലീറ്റ് അഡ്മിറലാണ്. ഇപ്പോൾ ഈ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പൊസിഷൻ ഇദ്ദേഹം ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 14th പ്ലേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡാണ്. ബ്ലാക്ക് ബിയർഡ് ഒരു പക്ഷേ ഇതിലും മുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഫീഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് ബിയർഡ് അത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് തീർച്ചയായിട്ടും 14ാം സ്ഥലം ഡിസർവ് ചെയ്യുന്നുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ ബിഗ് മാം ആണ്. ബിഗ് മാമിൻ്റെ പ്രൈം ടൈമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ബിഗ് മാം തൻ്റെ പ്രൈമിന് വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ബിഗ് മാം 13ാം സ്ഥാനം ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ 12ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഗബാനു, അതുപോലെ തന്നെ ഡാർക്ക് കിങ് റെയിലിയു ആണ്. ഇവർ രണ്ടുപേരും ഈ സ്പോട്ട് ഡിസർവ് ചെയ്യാൻ കാരണം ഇവർ നമ്മുടെ പാരറ്റ് കിങ്ങിൻ്റെ വിങ്സ് ആയിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും ഈക്വലി പവർഫുൾ തന്നെ ആയിരിക്കും. പിന്നെ 11ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ മങ്കി ഡി ലൂഫി. നമ്മുടെ ലൂഫി ഇപ്പോഴത്തെ തൻ്റെ പവർ വെച്ച് ഈ സ്പോട്ട് മാത്രമേ ഡിസർവ് ചെയ്യുന്നുള്ളൂ. ഫ്യൂച്ചറിൽ നമ്മുടെ ലൂഫി ഇതിലും പവർഫുള്ളായി മാറിയേക്കാം. പിന്നെ എന്നോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ലിസ്റ്റ് നമ്മൾ ഇവരുടെ എല്ലാ ക്യാരക്ടേഴ്സിനെ പ്രൈം ടൈം വെച്ചാണ് നോക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ കായ്ഡോ ആണ്. നമ്മുടെ കായ്ഡോ ഇപ്പോഴത്തെ ലൂഫിനേക്കാളും പവർഫുൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് നമ്മുടെ സെങ്കോക്കു തട്ട് പ്രൈം ടൈമിൽ നമ്മുടെ ഗാർപ്പിൻ്റെ ഈക്വൽ ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൈം ടൈമിൽ നമ്മുടെ സെങ്കോക്കു തീർച്ചയായിട്ടും നമ്മുടെ കായ്ഡോനെക്കാട്ടും പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ 9ാം സ്ഥാനം നമ്മുടെ സെങ്കോക്കു തീർച്ചയായിട്ടും ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ അക്കാമിനോ ഷാങ്സ് ആണ്. ഷാങ്സ് ഈ ലിസ്റ്റിൽ ഒരു പക്ഷേ മുകളിലായിരിക്കാം. അത് പക്ഷേങ്കിൽ ഇത് എൻ്റെ അഭിപ്രായം വെച്ചുള്ള ഒരു ലിസ്റ്റാണ്. നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പ്രൈം ടൈമിൽ അവർ എന്തായാലും നമ്മുടെ ഷാങ്സിനേക്കാളും ഇപ്പോഴത്തെ ഷാങ്സിനേക്കാളും പവർഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ 7th പ്ലേസിൽ വരുന്നത് നമ്മുടെ വൈറ്റ് ബിയർഡാണ്. ഇതിൽ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി തുടർച്ചയായിട്ട് 4 സ്ഥാനങ്ങളിലുള്ള ഈ ക്യാരക്ടേഴ്സ് വൈറ്റ് ബിയർഡ്, റോക്സ്, ഗാർപ്പ്, റോജർ, ഇവരുടെ പൊസിഷൻസിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. എൻ്റെ റാങ്കിങ് ഇങ്ങനെയാണ്: വൈറ്റ് ബിയർഡ്, റോക്സ്, ഗാർപ്പ്, റോജർ. ഇവിടെ റോക്സിനെ ഞാൻ വൈറ്റ് ബിയർഡിൻ്റെ മേളിലിടാൻ കാരണം റോക്സ് മരിച്ചതിന് ശേഷം നമ്മുടെ ഗാർപ്പ്, റോജറും ഒരു പക്ഷേ നമ്മുടെ റോക്സിനേക്കാളും പവർഫുൾ ആയിട്ടുണ്ടാവും. ഇതിൽ ഒരു പക്ഷേ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരിക്കാം. ലിസ്റ്റ് ഇങ്ങനെയാണുള്ളത്: നമ്മുടെ വൈറ്റ് ബിയർഡ് 7ാം സ്ഥാനം, റോക്സ് 6ാം സ്ഥാനം, ഗാർപ്പ് 5ാം സ്ഥാനം, റോജർ 4ാം സ്ഥാനം. ഇനി നമ്മൾ ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. ടോപ്പ് 3 വരുന്നത് ഒന്ന് നമ്മുടെ ഹെറൽഡാണ്. ഹെറൽഡ് ഇമൂടെ കയ്യിൽ നിന്ന് പവറപ്പ് കൂടെ കിട്ടിയതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാങ്സനും ഗബാനും പോലും നമ്മുടെ ഹെറൽഡിനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെറൽഡ് ഈ ലിസ്റ്റിൽ 3rd പ്ലേസ് തീർച്ചയായിട്ടും ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലിസ്റ്റിൽ 2nd പ്ലേസിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിൻസ് ലോക്കിയാണ്. നമുക്കറിയാം ലോക്കിയുടെ പവേഴ്സ് ഇപ്പോൾ അടുത്താണ് റിവീൽ ചെയ്തിട്ടുള്ളതെങ്കിലും ഓരോ പവേഴ്സും എത്രമാത്രം ബ്രോക്കൺ ആണെന്ന്. ഒന്നാമത് ലോക്കിയുടെ സൈസ്, പിന്നെ നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് ഒരു ഗോഡ് ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ലോക്കിയുടെ വെപ്പനായിട്ടുള്ള റാഗ്നീർ, ഇതും വളരെ ബ്രോക്കൺ എബിലിറ്റി ഉള്ള ഒന്ന് തന്നെയാണ്. സോ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കി ഈ ലിസ്റ്റിൽ 2nd പ്ലേസ് ഉറപ്പാണ്. പിന്നെ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്ട്രോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന്. അത് നമ്മുടെ ലോക്കിനെ ഉദ്ദേശിച്ചാണ് അതിൽ മെൻഷൻ ചെയ്തത്. സോ ഈ ലിസ്റ്റിൽ 1st പ്ലേസിൽ വരുന്നത് മറ്റാരുമില്ല, നമ്മുടെ ഇമുസാമ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റോറി എത്തി നിൽക്കുന്ന പോയിന്റിൽ ഏറ്റവും സ്ട്രോങ് സ്റ്റേജുള്ള ക്യാരക്ടർ ഇമു തന്നെയാണ്. അതിലെനിക്കൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് തോന്നിയാലും അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ല. മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.